നമസ്കാരം. വീണ്ടും മണി പേജ് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. സ്വർണത്തിന്റെ വില ലൈറ്റായിട്ട് താഴെ വന്നിരിക്കുന്നു. 14,320. വെള്ളി ഭയങ്കരമായിട്ട് താഴെ വീഴുന്നിട്ടുണ്ട്. പക്ഷെ മാർക്കറ്റിൽ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. കിലോയ്ക്ക് 5,000 രൂപ ഗാലിയാണ് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ. 2,35,000 എന്നാണ് ഇരിക്കുന്നു. വിഷ്ണു ഇപ്പോൾ ഇതിനെക്കുറിച്ച് നല്ല വിചാരിച്ചിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ പറയുന്നതിற்கு കാരണം എന്തെന്ന് വെച്ചാൽ വെള്ളീനെ വിൽക്കുന്ന സമയം 2.20 കൂടുതലാണ് അതിനെ വാങ്ങുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2.5 2.10 എടുക്കുവാണെങ്കിൽ അത് വലിയ കാര്യമെന്നാണ് പറയുന്നു. 4 എവിടെ ഇരിക്കുന്നു, 2.10 2.20 എവിടെ ഇരിക്കുന്നു. സിൽവർ നമ്മൾ പറഞ്ഞതുപോലെ കറക്റ്റ് ആയിരിക്കുന്നു. ഇനി ഒരു അടി കൂടെ അടിക്കുവാണെങ്കിൽ വെള്ളിയുടെ കാര്യം കഷ്ടമാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളിയുടെ പുറകെ പോകണ്ട, സിൽവർ ETF-നൊന്ന് വിശ്വസിക്കേണ്ടാമെന്ന്. എസ്പെഷ്യലി ബ്രോക്കർ എന്ന് പറയുന്നാൽ ETF-ൻ്റെ പുറകെ പോകരുത് എന്ന് പറഞ്ഞ കാരണം ഇതാണ്. സ്വർണം വന്നിട്ട് മോണിറ്ററി മെറ്റലാണ്, സിൽവർ വന്നിട്ട് ഇൻഡസ്ട്രിയൽ മെറ്റലാണ്. ഈ ഇൻഡസ്ട്രിയൽ മെറ്റലിനും മോണിറ്ററി മെറ്റലിനും വളരെ ഡിഫറൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ ഇങ്ങനെ പറയുന്നതെന്നാൽ തിരുച്ചിയിൽ ബുക്ക് ഫെയറിന് ചെന്നായിരുന്നു. അവിടെ ഒരാൾ പറഞ്ഞായിരുന്നു 75 80 എപ്പോൾ ഒരു സിൽവർ പീസ് കുറച്ച് വാങ്ങി വച്ചിരുന്നു. 150 160 പോയ ഉടനെ വിറ്റിരിക്കുന്നു. ചോദിച്ചാൽ ഞാൻ കാരണം വിറ്റു എന്ന് പറഞ്ഞു. 4 വരയ്ക്കും പോയതിന് ശേഷം ഇന്നാളിങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ ആയല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ കുറച്ച് ഇതിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ പെട്ടെന്ന് താഴെ ഇറങ്ങി പോലെ ഭയങ്കര ഹാപ്പിയായി എന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞതാണ് നിങ്ങളടുത്ത് പറയണത്. വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ വിശ്വസിക്കാം, അല്ലെങ്കിൽ അങ്ങനെയും വിടാം. സിൽവറും ഗോൾഡും കംപ്ലീറ്റ്ലി വേറെ വേറെയാണ്. വെള്ളി വന്നിട്ട് ഇൻഡസ്ട്രിയൽ, ഗോൾഡ് മോണിറ്ററി. മോണിറ്ററി എന്ന് പറഞ്ഞാൽ ദുഡാണ്, ഇൻഡസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ തന്നെ. രണ്ടിനെയും നിങ്ങൾ കൺഫ്യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളെ തന്നെ ഇല്ലാതെ പോവും. പിന്നെ നിങ്ങളെ കാശെല്ലാം ഗോൾഡ് വിടും. ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സിൽ ITC പ്രൈസ് നല്ലോണം കയറിയിട്ടുണ്ട്. ഡേറ്റ് ഒക്കെ തീർന്നു. ഇൻഫോസിസ് കയറി, വിപ്രോയും കയറിയിരിക്കുന്നു, ടെക് കയറിയിരുന്നു, TCS കയറിയിരുന്നു. ഇതൊക്കെ എന്തിനു നിന്നാൽ IT സ്റ്റോക്കൊക്കെ ഇങ്ങനെ കരാറായിരുന്ന കാരണം ഒരു ബൗൺസ് കൊടുത്തിരിക്കുന്നു. മുത്തൂട്ട് ഇന്നും ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു. ടാറ്റ സ്റ്റീലും കുറച്ച് ഇറങ്ങിയിരിക്കുന്നു. കൺസിഡർ ചെയ്യേണ്ടതിന് നിങ്ങൾ നോക്കി കൺസിഡർ ചെയ്തുകൊണ്ടേയിരുന്നു. ക്ഷമയോട് കാത്തിരിക്കണം. നിങ്ങൾ സ്റ്റോക്ക് ഒന്നും എവിടെയും കാണാതെ പോവില്ല. ആദ്യത്തെ ഒരു ഷോക്കിംഗ് ന്യൂസ് ബ്ലൂംബർഗിൽ ഇന്ന് വന്നിരിക്കുന്നു. ബ്ലൂംബർഗിൽ എന്ത് പറയുന്നു എന്നാൽ സൗബാൻ 15 ഫെബ്രുവരി ഒരു നോട്ടിഫിക്കേഷൻ വിട്ടിരിക്കുന്നു. അത് ഏത് ഇന്ത്യൻ പേപ്പറിലും വന്നില്ലായിരുന്നു. ബ്രോക്കർ ചെയ്യുന്ന പ്രൊപ്പറേറ്ററി ട്രേഡിന് ഏപ്രിൽ 1-ാം തീയതിയിലിരുന്ന് ഫൈനാൻസ് ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഏതൊരു ഇന്ത്യൻ പേപ്പറിലും വന്നിട്ടില്ല. അടുത്ത ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്തെന്ന് വെച്ചാൽ മാർജിൻ ഫണ്ടിന് കാശിരിക്കത്തില്ല, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ഇന്നിലിരുന്നല്ല, 45 ദിവസം കഴിഞ്ഞാണ് ഏപ്രിൽ 1-ലിരുന്നാണ് പൊസിഷൻ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഒക്കെ NDFC കാട്ടിലുള്ള മളയാണ്. അവരൊക്കെ വഡീനെ കയറ്റി കടൻ കൊടുക്കും. പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് NDFCയെ കൊടുക്കരുതെന്ന് പറയും. ഇവരെ വന്നിട്ട് ബോണ്ട് ഇടുന്നത് പോലെ ഇരിക്കും. സോ ഇവർ തന്നെ മാർക്കറ്റിലിരിക്കുന്ന കാറ്റിനെ ഇറക്കി വിടുന്നു. ഇതൊക്കെ നോക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആണ്. ഇതാണ് ചോദ്യം. അതേസമയം ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 2.75 ആയിരിക്കുന്നു. ഞങ്ങൾ റിയാലിറ്റി നോക്കുന്നു എന്ന് പറയുന്നു. ഹോൾസെയിൽ ഇൻഫ്ലേഷനുമേ 1.75 കഴിഞ്ഞു പോകുന്നു എന്ന് ഗവൺമെൻറ് തന്നെ പറയുന്നു. ഈ പ്രാവശ്യം ഡിഫ്ലേറ്റർ 2 കഴിഞ്ഞു പോകുമോ, ഇല്ല ഡിഫ്ലേറ്റർ 0.5 തന്നെ ഇരിക്കുമോ എന്ന ചോദ്യം നമ്മളെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നു. TCS-ഉം AMDയും ചേർന്ന് ഹീലിയ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു പുതിയ ആർക്കിടെക്ചറിന് ഇന്ത്യക്ക് ഡേറ്റ ഫാമിൽ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി റെഡ്ഡി, സൺ, നാറ്റ്കോ ഒക്കെ എന്ത് പറയുന്നു എന്നാൽ AI യൂസ് ചെയ്യുന്ന കാരണം ഒരു വലിയ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത് പോലെയാണ് ഇരിക്കുന്നു. സെർച്ച് ലൈനിൽ നിന്ന് കട്ടായി മറ്റാൾക്കാരെ ഡ്രഗിനെ കോപ്പി അടിക്കുന്നത് ഒരു ഈസി ആയിരിക്കുന്നു. അവരൊരു കോഡ് ഇടുവാണെങ്കിൽ മറു ദിവസം ഞങ്ങൾ ഇവിടെ ഒരു റോഡ് ഇട്ടിരിക്കും. ഇത് കാരണം ഈ ബ്ലോക്ക് ബസ്റ്ററൊക്കെ ഈസി ആയിട്ട് ഞങ്ങൾ കോപ്പി അടിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. സോ ഇപ്പോൾ കോപ്പി അടിക്കുന്നത് ഈസി ആയിരിക്കുന്നു. എന്ത്രപ്യോണർ എന്ത് പറയുന്നു എന്നാൽ ഇന്ത്യക്ക് ഒരു നാച്ചുറൽ ഹെഡ്ജ് ഇരിക്കുന്നു, അതും AIക്ക് ഒക്കെ നല്ല കോപ്പി അടിക്കും എന്ന് പറയാതെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ്രപ്പിയുടെ ഓഫീസ് വന്നിട്ട് ബാംഗ്ലൂരിൽ വലുതായിട്ട് തുറന്നതായിട്ടും ഒരു ന്യൂസ് വന്നിരിക്കുന്നു. ആർഗവേ എന്ന ഒരു പുതിയ ആൾ ബിർള പെയിൻസിൽ നിന്ന് വന്നത് ഇവിടെ സ്റ്റാർട്ടപ്പ് ചെയ്തതുപോലെ ഇവിടെയും സ്റ്റാർട്ടപ്പ് ചെയ്യുന്നു. അത് പറയണം, കമ്പനി 100 വർഷം ഓൾഡ് കമ്പനിയാണ് സർ, ഇവിടെ സ്റ്റാർട്ടപ്പ് ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന്. അവർ ഓൺലൈനിൽ ബിസ്ക്കറ്റ് ഒന്നും വാങ്ങത്തില്ല. ടാനിയ എന്ത് പറയുന്നത് എന്നാൽ ഞങ്ങളെ കമ്പനിയിൽ എല്ലാവർക്കും സ്റ്റാർട്ടപ്പ് മെൻറ്റാലിറ്റി ഇല്ല എന്ന്. പെയിൻറ്റ് കമ്പനിയിൽ വന്നാൽ എന്ത് പറയുന്നു എന്നാൽ നിങ്ങൾ തന്നെ വെബ്സൈറ്റ് ഇട്ട്
നിങ്ങൾ തന്നെ ഡയറക്റ്റായിട്ട് ബിസ്ക്കറ്റ് വിൽക്കുന്നതാണ് സ്റ്റാർട്ടപ്പ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നു. ആരാണ് ബിസ്ക്കറ്റിന് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിക്കാൻ പോകുന്നു എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. മേടിക്കുന്ന സ്ഥിതിക്ക് ആർക്കെങ്കിലും ബിസ്ക്കറ്റ് പാക്കറ്റിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന ഷോപ്പിൽ ഇത് തന്നെ വാങ്ങും. എങ്കിൽ സ്വിഗ്ഗിയിൽ ഓർഡർ ഇട്, സൊമാറ്റോയിൽ ഓർഡർ ഇട്, അല്ലെങ്കിൽ ബ്ലിങ്കിറ്റിൽ ഇട് എന്ന് പറയും. ഇതാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ അവർ പ്രഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. നല്ല കാശിന് ഇങ്ങനെ വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റാർട്ടപ്പ് മെൻറ്റാലിറ്റി എന്നൊക്കെ പറയുന്നു. പുതിയതായിട്ട് ഞാനും വന്നിരിക്കുന്നു, എന്തോ ചെയ്യണം എന്ന് കാണിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നു. PVS ലോജിസ്റ്റിക് എന്ത് പറയുന്നു എന്നാൽ ഡിഫൻസിന് ഞങ്ങൾ ലോജിസ്റ്റിക് ഡെവലപ്പ് ചെയ്യും, ഞങ്ങൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്ന് പറയുന്നു. 28 ബില്യൺ ഇൻഡസ്ട്രി എന്ന് പറയുന്നു. അതിലെങ്ങനെയാണ് അകത്ത് പോണത് എന്ന് നോക്കിയിരിക്കുന്നു. കാൾസ്ബർഗ് ഇപ്പോൾ എന്ത് പറയുന്നു എന്നാൽ BL കമ്പനി കാൾസ്ബർഗ് ആരൊക്കെ വന്ന് ഇന്ത്യയിൽ കാശെടുത്തോണ്ട് പോകുന്നു. കൂടെ നല്ല റിസൾട്ട് കാണിക്കണ പോലെ കാണിച്ച് IPOയ്ക്ക് ശേഷം കൂടെ നല്ല ബുസാക്കിയോണ്ട് നല്ല കാണിച്ചുകൊണ്ട് പിന്നെ എടുത്തോണ്ട് പോയി. ഇതുപോലെ നമ്മൾ കാണിച്ച എന്താണ് എന്ന് പറഞ്ഞ് അവർ തേടിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം അമോണിയം ലാറ്റേറ്റ് എന്ന് പറഞ്ഞ കമ്പനി ഒരു ക്രീമിന് ഡെർമറ്റോളജി പ്രോഡക്റ്റിൽ വൈഡസിന് അപ്രൂവൽ കിട്ടിയിരിക്കുന്നു. കാരണം അവർ ഡെർമറ്റോളജീനെ സ്ട്രെങ്തൻ ചെയ്യും. ഒരിക്കലും ഇവർ CEO എന്ത് പറയുന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യ ബിസിനസ് വീക്കായിരിക്കാം, വരും കാലങ്ങളിൽ എങ്ങനെ മാറുമോ എന്ന് പറയാൻ പറ്റൂല. ഈ 2047 ഇന്ത്യ എങ്ങനെ മിക്സ്ഡ് ഭാരതായിട്ട് മാറുമോ എന്ന് പറയാൻ പറ്റൂല. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫണ്ടമെന്റൽസും ലോങ് ടേമിൽ ഇംപ്രൂവ് ആകും എന്ന് പറയുന്നു. റിസൾട്ടിന്റെ ശേഷം 5% സ്റ്റോക്കിനെ കാണാൻ പറ്റുന്നില്ല. അതാണ് റിയാലിറ്റി. അഡ്വൈസിൽ 15 ടൈം ഏർണിങ്സിൽ അമേരിക്കയിൽ ഇരിക്കുന്നു. പിന്നെ വാങ്ങിയിട്ടുകൊണ്ട് ഇന്ത്യയിൽ വരുന്ന ഡിവിഡൻഡിനെയും നമ്മൾ എൻജോയ് ചെയ്യാം. ഒരു നല്ല മാറ്ററാണ്. ഇന്ത്യയുടെ റൂറൽ GDP ഒരേടിയായിട്ട് കുറഞ്ഞിരിക്കുന്നു എന്ന ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഈ ട്രേഡ് ഡെഫിസിറ്റ് എന്നൊന്നും പറയും, അത് എക്സ്പാൻഡ് ആയിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെന്ന് വെച്ചാൽ ജനങ്ങൾ ഒരേടിയായിട്ട് ഗോൾഡും സിൽവറും വാങ്ങി തള്ളിയിരിക്കുന്നു എന്ന് പറയുന്നു. ഗോൾഡും സിൽവറും നിങ്ങൾ ഒരുപാട് വാങ്ങുന്ന കാരണം ഇമ്പോർട്ട് കൂടിയിരിക്കുന്നു. ഇമ്പോർട്ട് വന്നിട്ട് $71 ബില്യൺ ആയിരിക്കുന്നു. അവർക്ക് മുക്കി എക്സ്പോർട്ടിനെ കയറ്റാൻ പറ്റുന്നില്ല. 0.5 ആയിട്ട് തന്നെ കയറ്റിയിരിക്കുന്നു. സോ $30 ബില്യൺ ഡെഫിസിറ്റ് ഒരേ മാസത്തിൽ ജനുവരി മാസത്തിൽ നിങ്ങൾ തീർത്തിരിക്കുന്നു. നിങ്ങൾ റെക്കോർഡ് റെഡി ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നു. ഇന്ന് ഇത് കാരണം രൂപ ഒരു 25 പൈസ വീണിട്ടുണ്ട്. നമ്മളെ കമ്പ്യൂട്ടർ സയൻസ് ഇല്ലെങ്കിൽ 92 കൂടെ തന്നെ പോകും. നിങ്ങൾ വിഷമിക്കേണ്ട, ഇതുപോലെ തന്നെ സ്വർണത്തിനെ വാങ്ങും. നമുക്ക് സാധാ മടിക്കാം. എന്തെന്ന് വെച്ചാൽ നമുക്ക് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് മോശമായിരിക്കുന്ന കാരണം തന്നെ എല്ലാവരും ഓടിപ്പോകുന്നു. ഫോഴ്സസ് എന്ത് ചെയ്തു എന്നാൽ 85 പേരിന് ബോണസ് കൊടുത്തിരിക്കുന്നു. ഓരിൽ 85 പേർക്കാണ് ബോണസ് കൊടുത്തിരിക്കുന്നു. എന്ത് കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഓടിപ്പോകുമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ആവശ്യ പേർക്ക് ബോണസിന് കൊടുത്ത് എല്ലാവരെയും ഹാപ്പിയാ വെച്ചിരിക്കുന്നു. ഇതിന് ശേഷം 3 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് അവിടെ പോയിരിക്കുന്നു. ഇന്ന് തന്നെ ആക്ച്വലി -35 സംസാരിക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷം +35 ആയിരിക്കുന്നു. സോ ഇത് കാരണം ഇന്നും പ്രഷർ ഇരിക്കും മാർക്കറ്റിൽ. നെയ്ബറിങ് സ്റ്റേറ്റ് ഒക്കെ വന്ന് ഈ ഫ്രീ അലോ ചെയ്യുമെന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചോദിക്കുവാണെങ്കിൽ ഇത് കാരണം ഇന്ത്യയിൽ ഇംപ്രൂവ് ആകും എന്നൊക്കെ പറയുന്നു. നേപ്പാളിലിരുന്ന് ഇന്ത്യക്ക് FBIയുടെ ആളില്ല. ബംഗ്ലാദേശ് ഹസീനയെ കൊണ്ടുവന്ന് പറയുന്നു. പാകിസ്ഥാൻ്റെ ഒപ്പം ബോക്സിംഗ് ആണ്. ശ്രീലങ്കയുടെ ഒപ്പം ഒരു കോൾഡ് ടൈസ്. ഇത് നെയ്ബറിങ് കൺട്രിയിൽ നിന്ന് കൊണ്ടുവരും. ചൈനയിലിരുന്ന് ഫ്രീ ആയി തൂക്കാൻ ഐഡിയയാ? ചൈനയ്ക്ക് ഇന്ത്യയിൽ കൊടുക്കുന്നതാണ് ഐഡിയയാ? ഇല്ലെങ്കിൽ വിനായകർ ചില മാത്രം വാങ്ങിയേ പറ്റൂലേ അവർക്ക്? ഇപ്പം മറ്റു ചിലകളും അവിടെ നിന്നാണ് ഇറക്കാൻ പോകുന്നത് എന്ന സംശയമാണ് വരുന്നത്. ഇപ്പം US എന്ത് പറയുന്നു എന്നാൽ, മാർക്ക് റൂബിയോ എന്ത് പറയുന്നു എന്നാൽ, കർപ്പൂരമേറ്റി സത്യം ചെയ്തിട്ടുണ്ട്. പീയൂഷ് ഗോയലും ഞങ്ങൾ റഷ്യൻ ഓയിലേ വാങ്ങത്തില്ല. ഞങ്ങൾ കർപ്പൂരമേറ്റി സത്യം ചെയ്തിട്ട് റഷ്യൻ ഓയിൽ വാങ്ങിയില്ലെങ്കിൽ നാളെ ഒരു ദിവസം മറ്റു കാര്യങ്ങളൊക്കെ ഇന്ത്യക്ക് പ്രോബ്ലം ഉണ്ടാവും. ഒക്കെ വന്നിട്ട് മോർ ദാൻ 50% ഓഫ് അവർ ഡിഫൻസ് ഗുഡ്സ് ഓഫ് ഹിസ്റ്റോറിക്കലി റഷ്യൻ ആണ്. ഈ എണ്ണ വാങ്ങിയെങ്കിൽ ഇതൊക്കെ ഇല്ല എന്ന് പറയും. ഇഷ്ടപ്പെട്ട ഒരു ജീപ്പ് ബ്രോക്കർ ചെയ്ത് നമുക്കൊരു അസംസാഫ് പീസോട്ട് റിഫൈനറിയെ നമ്മൾ വിറ്റു. അസംസാഫ്റ്റിന് റഷ്യൻ ഓയിൽ വാങ്ങരുതെന്ന് പറഞ്ഞാൽ എന്ത് ഓയിൽ വാങ്ങും? പോലെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് മനസ്സിൽ. ചോദ്യത്തിനൊക്കെ ആരെങ്കിലും ഉത്തരം പറയുവാണെങ്കിൽ നന്നായിട്ടിരിക്കും. ഉത്തരം പറയാൻ ആൾക്കാരില്ല. മാർക്കറ്റിങ്ങിനെ ഇഴുത്ത് താഴെ പോണ സമയം നിഫ്റ്റിനെ ടോപ്പ് ഹിയറിൽ തൂക്കിയിട്ട് മാർക്കറ്റിനെ തൂക്കി വച്ചിരിക്കും. ഇത്രയും ദിവസം ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുമെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഇതെന്ന് വെച്ചാൽ 23,000 കോടിയായിട്ട് ഇരുന്നതിന് 1,23,000 കോടിയായിട്ട് മാർക്കറ്റിനെ പിടിച്ചു വച്ചിരിക്കുന്നു. അതേസമയം മാർക്കറ്റിന് അങ്ങനെ വിടണം. അതുപോലെ തന്നെ കടന തിരികെ വാങ്ങണം. ഏപ്രിൽ 1 കൊണ്ട് നെരുക്കി
35 ദിവസത്തിൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ എന്താകും? എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ് വരുവാണെങ്കിൽ മാത്രം തന്നെ രക്ഷിക്കാൻ പെടും. ഇന്ത്യയിലെ ടോപ്പ് നിഫ്റ്റി 50 കമ്പനീസിന് 4,000 കോടി സുമാർ ലേബർ കോഡ് കാരണം കാലിയായി എന്ന് പറയുന്നു. സോ ഇതൊക്കെ ചേർന്ന് എങ്ങനെയാണ് ശരിയാകുന്നു എന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ക്വാർട്ടർ ഏർണിങ്സ് ഒന്നും വലുതായിട്ട് ഗ്രോത്ത് ഇല്ല. മാസ കടൈസിയിൽ നിങ്ങൾക്ക് ITCയുടെ കാശ് വരും. ഇത് അതിൽ ITC സ്റ്റോക്കിനെ തന്നെ കൺസിഡർ ചെയ്യുന്നത് നല്ലതാണ്. വെള്ളിനെ വിടുന്നതാണ് നല്ലത്. ഗോൾഡ് ഇറങ്ങുന്ന സമയം 1-2 എടുക്കുന്നത് നല്ലതാണ്. ഇന്ത്യയിൽ ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്ന കൂട്ടങ്ങൾ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഗവൺമെന്റ് തന്നെ ഒരു ഫിഗർ പറഞ്ഞിരിക്കുന്നു. ബളായിട്ട് എല്ലാവർക്കും ജോലി ഇരിക്കുന്നു എന്നാണ് നമ്മൾ പറയും. എല്ലാ തിണ്ടാട്ടം എന്ന് പറയുന്നത് കുറച്ച് കൂടിയിട്ടുണ്ട്. 5% ജോലിയില്ല എന്ന് സർക്കാർ പറയുന്നു. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.